ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീടും തൊടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട കൊണ്ടൊരു ഇൻസ്റ്റൻറ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ലൊരു സ്വാദിഷ്ടമായ ഒരു എഗ് മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ആദ്യമേ നമുക്ക് 3 മുട്ട വേവിച്ച് വെക്കണം. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു സവാള, 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇവ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെക്കണം. ഇനി വേവിച്ച മുട്ട നമുക്ക് ചെറുതായി മുറിച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിൽ ഈ മുറിച്ച് വെച്ച മുട്ടയും സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് 2 ടീസ്പൂൺ കടലമാവും ചേർത്ത് അതിനെ ബാറ്റർ പരുവത്തിൽ ആക്കി വയ്ക്കുകയാണ്. പിന്നെ ഒരു പച്ചമുട്ടയും കൂടെ ഇതിൽ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഇത് ഇപ്പോൾ ഒരു ബാറ്റർ പരുവമാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കണം. ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച മിശ്രിതം വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം. ഇനി സവാള, വെളുത്തുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ കുറച്ച് എണ്ണയിൽ വഴറ്റണം. അതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ സോയ സോസും ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസും ചേർത്ത് ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളവും 2 ടീസ്പൂൺ കോൺഫ്ലവറും ഇട്ട് ഒരു ലോ ഫ്ലെയിമിൽ വേവിച്ച് വയ്ക്കുക. നല്ല തിക്ക് ഗ്രേവി ആകുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മുട്ട ഗ്രേവിയിലിട്ട് 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അങ്ങനെ നമ്മുടെ മഞ്ചൂരിയൻ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ഡിഷാണ്, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.